ഞാനൊരു ബ്രഹ്മാണ്ടം ചേന മേടിച്ചു 4 കിലോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കർക്കിടക മാസത്തിൽ ചേന പുഴുങ്ങി തിന്നുന്നത് നല്ലതാ പോലും. നല്ലതാ പോലും അല്ല, നല്ലതാ. ഏത് രോഗികൾക്കും ചേന പുഴുങ്ങി തിന്നുന്നത് നല്ലതാണ്. എന്നു പറഞ്ഞാൽ ചേനയ്ക്ക് അത്രയും ഗുണമുണ്ട്. വാട്ടുകപ്പയും ചേനയെല്ലാം പണ്ട് കാലം മുതലേ ഉള്ളൊരു ആഹാരമല്ലേ. അപ്പം ചിലവർക്ക് ചൊറിയുവേ. അതിനെന്ത് ചെയ്യണം, ലേശം കല്ലുപ്പ് എടുത്തിട്ട് ഇച്ചിരി വെള്ളവും ആക്കിയിട്ട് കയ്യിലെല്ലാം ഒന്ന് പുരട്ടിയാൽ മതി. അന്നേരം ആ ചൊറിച്ചലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ ചെയ്യലേ. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഒടുവിലായിപ്പോയി എന്നേ ഉള്ളൂ. എന്നിട്ടത് ഞാനിതാ കണ്ടിച്ച്, എൻ്റെ അമ്മോ വലിയതായിരുന്നു അത്. പണ്ടെല്ലാം ഇതിലും വലിയതെല്ലാം ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ വില കൊടുത്ത് മേടിക്കണ്ടേ. ചെറുതല്ലാത്തതെല്ലാം ചെറുതാണ് നമ്മൾ കൂടിലെല്ലാം നടുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ ഞാനത് കണ്ടിച്ചെടുക്കുന്ന ഭാഗമാണിത്. ഇത് പണ്ടെല്ലാം നട്ട് കഴിഞ്ഞാൽ 5ഉം 10ഉം കിലോ എല്ലാം കിട്ടലുണ്ട്. ഇപ്പം നടാൻ സ്ഥലവും ഇല്ല, ഒന്നുമില്ല. പിന്നെ മേടിക്കൽ തന്നെ. മേടിക്കാൻ ഇപ്പം പൈസ കൊടുത്താൽ മതി, എല്ലാം കിട്ടും. അപ്പം പക്ഷെ നമ്മൾ കളിച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ ചെത്തി അതിൻ്റെ മൂക്ക് ഞാൻ എടുത്ത് വെച്ചു. മൂക്കെന്ന് പറയാം അതിൻ്റെ. അത് മുള വരും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മുള വരുമെങ്കിൽ മുള വരട്ടെ. വലിയ ചേനയല്ലേ. പക്ഷേ ഇതങ്ങനെ ശരിക്കും മൂക്കാതുകൊണ്ട് മുള വരുമോ എന്നൊന്നും അറിയത്തില്ല. അതാ ഞാനിങ്ങനെ പുഴുങ്ങുകയെന്ന് വെച്ചാൽ കുക്കറിൽ ലേശം ഇല ഇങ്ങനെ പിച്ചിട്ട് ഇട്ടിട്ട് ഇതാ ഒരു കുഞ്ഞി കപ്പിന് അത്ര വെള്ളം ഒഴിക്കും. എന്നിട്ട് ഉപ്പും ഇങ്ങനെ വെതറിയിട്ട് വെള്ളം കണ്ട അതാണ് ഞാൻ കൈ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പം സ്റ്റൗ കത്തിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളക്കണം, ഉപ്പിട്ട വെള്ളം. അപ്പം ഉപ്പെല്ലാം അലിയൂലേ. അപ്പോൾ അതിങ്ങനെ ഞാനിതാ കണ്ടിക്കുന്നുണ്ട്. ഇതില്ലേ ബ്രെഡ് കണ്ടിക്കുന്നത്, ബ്രെഡിൻ്റെ ഒരു സെയിം ഇതാണ്. അതുപോലെയാണ് ഇത് പുഴുങ്ങാൻ വേണ്ടി ആക്കുക. ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ചൊറിഞ്ഞിട്ടേ ഇല്ല എൻ്റെ കൈ. അങ്ങനെ ഉപ്പ് തേച്ചത് കൊണ്ട് ഒട്ടും ചൊറിഞ്ഞേ ഇല്ല. അപ്പം അതാ വെള്ളം ചൂടായത് ഞാൻ ഇച്ചിരി അതിൻ്റെ മുകളിൽ ഒഴിച്ചു. എന്നാന്ന് വിചാരിച്ചാൽ ഉപ്പ് പിടിക്കണ്ടേ അതിന് വേണ്ടി. എന്നിട്ട് ഞാൻ കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. നല്ല ഇച്ചിരി വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഓവറാകുമ്പോൾ ചേനേൻ്റെ രുചി നഷ്ടപ്പെടും. ആവിക്ക് വെച്ച് പുഴുങ്ങുന്നതും നല്ലതാണ്. ഇതാ ഏറ്റവും നല്ലതാണ്. എനിക്കിങ്ങനെ പുഴുങ്ങുന്നതാണ് ഇഷ്ടം. എന്നിട്ട് ഉപ്പുവെള്ളം ഇടയ്ക്ക് ചൊറിയുന്നതിന് ഞാൻ ഇടയ്ക്ക് ആക്കുന്നതാണ് ഈ ഉപ്പുവെള്ളം. അതെടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതാ അടച്ച് വെക്കുക. നല്ലപോലെ അടച്ച് വെച്ചിട്ട് 2 വിസിൽ മതി. പിന്നെ പെട്ടെന്ന് ഇത് പോകുന്നതുകൊണ്ട്. എന്നിട്ട് അതിലിടയ്ക്ക് ഞാൻ കാന്താരി വെള്ളയായിരുന്നു, അത് കാന്താരി മുളക് പൊട്ടിച്ചിട്ട് ഇത് കൈരളീൻ്റെ ഇത് വെളിച്ചെണ്ണ ചുട്ട അങ്ങനെ വെളിച്ചെണ്ണ, ഇത് വെന്ത വെളിച്ചെണ്ണയില്ലേ അതാണ് ഞാൻ ഒഴിച്ചത്. നല്ലതായത് അത്. അപ്പോൾ ഇതാ വെന്ത് നല്ല പോലെ 2 വിസിലടുപ്പിച്ച് വെന്തു. വെള്ളമൊന്നും ഊറ്റാനുണ്ടാവില്ല, ഒരു തുള്ളിയങ്ങാറ്റേ ഉണ്ടാവുള്ളൂ. അത് ഊറ്റിക്കളഞ്ഞേ. എന്നിട്ട് ഇതാ 3, 4, 5 കഷ്ണം എടുത്ത്. ഞാൻ ഒറ്റക്കല്ല, എല്ലാവരും കൂടിയാണ് തിന്നത്. ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം അതും മുളകും എല്ലാം കൂട്ടിയിട്ട് എൻ്റെ അമ്മോ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാം. ഈ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഈ ചേന പുഴുങ്ങി ഈ മുളകും കൂട്ടി തിന്നണം. നല്ല ചൂടാണ്. ഈ ചൂടോടെ തിന്നാനൊരു പ്രത്യേക രസമാണ്. എന്തൊരു രസമാണ്. അയ്യോ അടിപൊളി. അത്രയേ ഉള്ളൂ. എല്ലാവരും വായോ.